ബാത്തു കേവ്സ്. ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വളരെ ചെറിയൊരു സ്ഥലമാണ് എന്ന്. അല്ല, ഇത് വളരെ വലിയൊരു പ്രതിമയാണ്. ആൻഡ് അത് മാത്രമല്ല, അതിൻ്റെ ബാക്കിലുള്ള ആ സ്റ്റെപ്പ് മൊത്തം കയറിയിട്ട് ആ അമ്പലത്തിൽ പോകണം. ആൻഡ് ആ സ്റ്റെപ്പ് ചില്ലറ സ്റ്റെപ്പൊന്നും ആയിരുന്നില്ല, എണ്ണമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു അത് കയറുമ്പോൾ കേട്ടോ. കാരണം ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കുരങ്ങന്മാർ വന്നിട്ട് ഈ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കയ്യിൽ നിന്ന് ഫോണോ എന്തെങ്കിലുമൊക്കെ പോകുമെന്ന്. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കയറിയത്. അപ്പോൾ കയറി കഴിഞ്ഞത് നമ്മൾ കാണുന്ന വ്യൂ ആണിത്. നമ്മൾ വിചാരിക്കും കയറിയതും നമുക്ക് ഈ അമ്പലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന്. അല്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതാണ് ഒരു സെക്ഷൻ ഇറങ്ങിയതാണ് ഈ കാണുന്നത്. ആൻഡ് ഇനിയും ഉള്ളിലോട്ട് പോകാനുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് വേർത്തിട്ട് വയ്യ, ഭയങ്കര ഗ്ലെയർ അടിക്കുന്നു. കോഴി ബാത്തു കേവ്. എന്ത് ഭംഗിയല്ലേ അകമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ട ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പും കൂടെ കയറി കഴിഞ്ഞാലാണ് ഈ ബാത്തു കേവിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുക. സോ ഈ കാണുന്നതാണ് ലാസ്റ്റ് പോർഷൻ ഓഫ് ബാത്തു കേവ്. ദാറ്റ് ഇസ് അതിൻ്റെ ഉൾഭാഗത്ത്. ഇവിടെയാണ് അമ്പലം ഉള്ളതും. ഈ കൺസ്ട്രക്ഷൻ പോലെയുള്ള ബിൽഡിങ്ങിലാണ്. അതാണ് ആക്ച്വലി അമ്പലം. അതിപ്പോഴും എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അതിൻ്റെ ചുറ്റുവട്ടം മാത്രമേ കാണിക്കുന്നത്. വളരെ കാം ആൻഡ് എന്താ പറയുക, ഒരു കൂളിംഗ് എഫക്റ്റാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. കാരണം അവിടെ നല്ല വെയിലാണ് പുറത്ത്. ഈ കേവിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷെ വൺസ് വി എൻ്റർ ഇൻസൈഡ് ഭയങ്കര കൂളാണ്. അങ്ങനെ അവിടുത്തെ കണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്.